എന്റെ റഹ്മാനിക്ക് സമയം തീരുന്നില്ല, സമയം കഴിഞ്ഞു കിട്ടുന്നില്ല. മൂപ്പർക്ക് ബബ്ബ പഠിച്ചിട്ട് തീരുന്നില്ല. പറയണം മറുപടി. നിങ്ങൾ കേട്ടാരെങ്കിലും ശിർക്കാണെന്ന് വായിച്ചവർ ഇമാമിനെ കണ്ടോ? ഏത് അഭൗതിക മാർഗത്തിലൂടെ തേടിയാൽ അത് ശിർക്കാണെന്നുള്ള ഇബാർത്തികൾ വായിച്ചോ? ഖുർആനിൽ അതാരും ഇല്ല, ഹദീസിലില്ല, ലോക പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ദയനീയമായി ഞങ്ങൾ മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു. ഈ മുസീബത്ത് നിങ്ങൾ അവസാനിപ്പിക്കണം. ഒരു കിതാബ് നോക്കിയിരിക്കാ വായിക്കരുത്. ശിർക്കാൻ എവിടെ? നബവി ഇമാമിന്റെ ശറഹുൽ അർബഈനാണ്. ഇതിലെവിടെ ശിർക്കാന്ന്? മൂപ്പര് പറയാ ഞാൻ തെറ്റ് പറഞ്ഞില്ല മനസ്സിലല്ലോ. ഞങ്ങളെ ചോദ്യത്തിനോട് നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഞങ്ങളെ ചോദ്യം എന്താ? അഭൗതിക മാർഗത്തിലൂടെ ഉള്ളത് ശിർക്കാണ് എന്ന് പറഞ്ഞ റാസി ഇമാമിന്റെ ഇബാറത്താ ചോദിച്ചത്. അതിന് അതാ വായിക്കല്. അപ്പൊ ഞങ്ങളെ ഉത്തരത്തും പറയുമ്പോ ഞങ്ങള് അതിനല്ലേ എല്ലാവരും മനസ്സിലാക്കുക. ചോദ്യം എത്ര വെച്ചാൽ പയറ, അരി എത്ര വെച്ചാൽ പയറഞ്ഞായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു. ചോദ്യം വളരെ കൃത്യമാണ്. ഇനി ഞാൻ പറയട്ടെ, നബവി ഇമാം എന്താ പറഞ്ഞറിയൂ? നബവി ഇമാം പറഞ്ഞത് കാര്യങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. ചിലത് അള്ളാഹിനോട് നേരിട്ട് ചോദിക്കാം, ചിലത് സൃഷ്ടികളോട് ചോദിക്കുന്നതുണ്ട്. പക്ഷെ സൃഷ്ടികളോട് ചോദിക്കുന്ന കാര്യം എങ്ങനെ അള്ളാഹിനോട് ചോദിക്കാം? അതാ നബി ഇമാമിന്റെ ചർച്ച. അല്ല അള്ളാഹ് അല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്കാനല്ല. നിങ്ങൾ ആ ഇബാറത്ത് നിങ്ങളുടെ കയ്യിലുണ്ടോ? വായിക്ക്. നിങ്ങൾ എന്താ പറഞ്ഞ? ആദ്യം പറഞ്ഞ് ഹിദായത്ത് തേടുന്നത് പോലെ അള്ളാഹിനോട് മാത്രം. അടുത്തതെന്താ വായിക്ക്? ശറഹുൽ അർബഈനാണ്. അതിലെന്താ ഉള്ളത്? ഇൽമു ചോദിക്കാം. അപ്പൊ ആളുകളോട് ഇൽമു ചോദിക്കാൻ പറ്റൂല? ശിർക്കാ? പോയത്തക്കാരെ, എന്താ നിങ്ങളെ കഥ? അപ്പൊ നബവി ഇമാം എന്താ പറയുന്നത്? നിങ്ങള് നബവി ഇമാം പറയുന്നത് ചിലത് അള്ളാഹിനോട് നേരെ ചോദിക്കും. അപ്പൊ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ അതും അള്ളാഹിനോട് സഹായം തരണം. അപ്പൊ അള്ളാഹ് ചെരുപ്പിന്റെ വാറ് നന്നായി തരണം എന്ന് പറയില്ല. അല്ല, അതിനെ പറയണം. അവരുടെ മനസ്സ് അത് ഹദീസ്, അത് വിശദീകരണം തന്നെ ഇമാം പറഞ്ഞേ. എന്ന് പറയാ, അല്ലാഹുമ്മ ഹന്നിൻ അലൈനാ ഖുലൂബ ഇബാദിക, എനിക്കൊരു 100 രൂപ കടം കിട്ടണം. അപ്പൊ നേരെ അള്ളാഹിനോട് 100 രൂപ കടം കൊണ്ടല്ല, അങ്ങനെ പറയില്ല. ഞാനൊരു സുഹൃത്തിന് ഉദ്ദേശിച്ച് അയാളെ മനസ്സിലെ തോന്നിപ്പിച്ചു കൊടുക്കണേ എന്ന് പറയണം. മറ്റേ നേരെ ചോദിക്കണം, ഇൽമു വേണം. എന്താ എന്റെ പോയത്തക്കാരെ ഇബാറത്ത് ഓതി പഠിക്കണ്ടേ? സുന്നികൾ കിതാബ് ഓതി പഠിച്ചവരാണെന്ന് ബോധം നിങ്ങൾക്ക് ഉണ്ടായില്ല അല്ലേ? ശിർക്കാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കാര്യകാരണം എന്താ പൊളിഞ്ഞുപടെ? അൽഹംദുലില്ലാഹ്. ഇനി അപ്പൊ ഖുർആനിലെ ഹദീസിൽ ഒരൊറ്റ ഇമാം പറഞ്ഞിട്ടില്ല. ഇനി എന്റെ അടുത്ത ചോദ്യം, ഉമ്മു കുൽസൂം ബീബി റളിയല്ലാഹു അൻഹാ പറയുന്നു. എന്താ പറഞ്ഞത്? ലഇൻ ഫഅൽതി, ആയിഷ ബീവിയോട് പറഞ്ഞത്, സിദ്ദീഖ് തങ്ങളുടെ മകളാണ്, ഇനിയും ഇത് ചെയ്താൽ ലാ ഖുർജന്ന ഇലാ ഖബരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ സിഹന്ന ബിഹി, റസൂലുള്ളാഹിന്റെ ജാറത്തിൽ പോയി ഞാൻ സങ്കടം പറയുമെന്ന് പറഞ്ഞ സിദ്ദീഖ് തങ്ങളുടെ മകൾ ഉമ്മു കുൽസൂം ബീബി മുശ്രിക്കാണോ? ഇത് എഴുതി വെച്ച ഒന്നുകൂടി മനസ്സിലാക്കണം. ശിർക്ക് ഇമാമികൾ പറയില്ല എന്നുള്ള എന്തുകൊണ്ടാണ്? അത് ഇമാമികൾ ചെയ്തുകൊണ്ടല്ലേ? ഞങ്ങളെ ചോദ്യം, ഉമ്മു കുൽസൂം ബീവിയാണ് പറയുന്നത്, ആയിഷ ബീവിയോടാ പറയുന്നത്, എനിക്കും അത് ആവർത്തിച്ചാൽ ഞാൻ റസൂലുള്ളാഹിന്റെ കേസ് പറയും. ശിർക്കാണോ? ഇമാം നബവി റഹിമഹുല്ലാഹിന്റെ വാചകം എന്താ? തൊലബിൽ ഹിദായത്ത് അടുത്ത വായിക്കുന്നു. അതിന് മുമ്പ് ഇത് ആദ്യം ഒന്ന് വായിച്ചു നോക്കി. എന്താ? ثم إن كانت الحاجة التي يسألها لم تجر العادة بجريانها على أيدي خلقه. അതിന്റെ അർത്ഥം എന്താ? ഇൽമു ഇവിടെ സാധാരണ ആളുകളുടെ കയ്യിലോട് അടക്കണല്ലേ? അപ്പൊ ഇമാം തെറ്റ് പറഞ്ഞത് അല്ല. മുസ്ലിയാരെ മനസ്സിലാക്കിക്കോ, എന്താണ് പറഞ്ഞത്? ഇൽമു സാധാരണ അറിവ് എന്ന് പറയുന്ന സാധനം അതൊരു പുസ്തകം വായിച്ചാൽ അങ്ങ് വായി മനസ്സിലാവണല്ല. അത് കിട്ടണമെങ്കിൽ അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് തന്നെ വേണം. അതുകൊണ്ടാണ് വൽഫഹ്മു ഫിൽ ഖുർആനി വസ്സുന്ന വശിഫാഇൽ മറദ് വഹുസൂലുൽ ആഫിയത്ത് മിൻ ബലാഇ ദുനിയ വഅദാബിൽ ആഖിറ സഅല റബ്ബഹു ദാലിക. എന്താ മനസ്സിലായത്? ആ ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നു, ഇവിടെ ശിഫാഉൽ മറദ്, രോഗം ശിഫയാവുക എന്നത് അതിവിടെ സാധാരണ മനുഷ്യരുടെ കയ്യിലൂടെ നടക്കുന്നതല്ല. അല്ല, പിന്നെങ്ങനെയാ? അത് അള്ളാഹുവിന്റെ പ്രത്യേകത. നോക്കുങ്ങള്, പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും ഒരാൾ പറയാ. ഒരാൾ പാരസെറ്റമോൾ കഴിച്ചു, മറ്റേ പറഞ്ഞു എനിക്ക് പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറിയില്ല. പനി മാറൂല. മാറ്റേണ്ടത് അള്ളാഹുവാണ്. അതിന് അള്ളാഹിനോട് മാത്രം ചോദിക്കണം എന്നായി പറഞ്ഞത്. വിവരം വേണോ? ഫഹ്മ് വേണോ? അത് അള്ളാഹുവിനോട്. ഹിദായത്ത് അള്ളാഹുവിനോട്, വേറെ ആളോടും ചോദിക്കാൻ പറ്റൂല. അതാണ് ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലായില്ല, കിതാബ് പഠിക്കണം. പിന്നെ പ്രസംഗപീഠത്തിൽ ഇടിച്ചാലൊന്നും സംഗതി റെഡിയാവൂല. മനസ്സിലായില്ലേ? അതൊന്നും സംഗതി റെഡിയാവൂല. ഒന്ന് ഇടിച്ചു ഒച്ച വെച്ചാലൊന്നും സംഗതി മനസ്സിലാകുമെന്ന് വിചാരിക്കണ്ട.
കാര്യങ്ങൾ പഠിച്ചോളൂ. ഞങ്ങൾ പറഞ്ഞു ഇമാം നവവിയുടെ വാക്ക് നിങ്ങൾ. പിന്നെ രണ്ടാമത്തെ ഉമ്മു കുൽസൂം ബീവിന്റെ സംഭവം ഒന്ന് ഉദ്ധരിക്കേണ്ട സനദടക്കം ഒന്ന് കാണാലോ. വായിക്കാ കിതാബ് അടക്കം ഉമ്മു കുൽസൂം ബീവി പോയതും നസീഹൻ നബിഹി എന്ന് പറഞ്ഞതും കിതാബ് അടക്കം ഒന്ന് വായിക്കാൻ നമുക്ക് കാണാലോ, ആ സനദിന്റെ ഓരോ റാവികളെയും. അപ്പോ മനസ്സിലാക്കണം, ഇവർ പറഞ്ഞു വെച്ച തെളിവിൽ 3 ചോദ്യങ്ങൾ പറഞ്ഞു. അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞു. ഒന്നാമത്തത് വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, അതിന് നിങ്ങൾ ഇരുന്നോളൂ, ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു തരാം. ഏതൊക്കെ ശിർക്കാകും, എപ്പോഴൊക്കെ ശിർക്കാകും, എപ്പോഴൊക്കെ ശിർക്കാകൂല എന്ന വിഷയം. രണ്ടാമത്തെ കാര്യകാരണ ബന്ധം അഭൗതികം എന്ന വിഷയം എവിടെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു കൃത്യമായിട്ട്. അതെ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട അല്ലാഹു അല്ലാത്തവരോട് തേടിയാൽ അത് ശിർക്കാണെന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ കൃത്യമായും പറഞ്ഞു കൊടുത്തു, അതെ അല്ലാഹുവിനോട് തേടിക്കോളൂ എന്ന് പറഞ്ഞത് വളരെ വ്യക്തമായും പഠിപ്പിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് ഉമ്മു കുൽസൂം ബീവിയുടെ സംഭവം ഞാൻ ഖബറിന്റെ അടുത്ത് പോയി ഒച്ചയുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ കൃത്യമായിട്ടൊന്ന് വായിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞങ്ങൾ അതങ്ങ് മറുപടി പറയും. ഉമ്മു കുൽസൂം ബീവി ശിർക്ക് ചെയ്ത് മുശ്രിക്കാണോ എന്നൊക്കെ അത് നിങ്ങളെ ചോദ്യം അവിടെ ഇരിക്കട്ടെ. എന്ത് അവർ മുശ്രിക്കാണോ ഇവര് മുശ്രിക്കാണോ എന്ന് ചോദിച്ചിട്ട് ആളുകളെ ഇങ്ങനെ വലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. ഞങ്ങൾ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. ആ വിഷയത്തിൽ എന്താണുള്ളത് നിങ്ങൾ സനദ് വായിക്ക്, അതിന്റെ വ്യക്തമായി കിതാബ് അടക്കം വായിക്ക്, ഞങ്ങൾ അങ്ങ് മറുപടി പറഞ്ഞു തരാം. അപ്പോ ആ വിഷയത്തിൽ നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ ഇല്ല, നിങ്ങൾ പറയുന്ന വിഷയത്തിന് തെളിവല്ല, മാത്രമല്ല ആ സംഭവം ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായ വിഷയങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞു തന്നു. അതെ, എന്തൊക്കെയാണ് ജിന്നിനോട് സഹായം തേടിയാൽ അല്ലെങ്കിൽ മലക്കിന്റെ വിഷയം ശിർക്കാണോ അല്ലേ, അത് ഞങ്ങൾ വിശദീകരിച്ചതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം അതെന്താണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, അതെ ഇമാം റാസിയുടെ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ 2 തരമുണ്ട് സഹായം. അതുപോലെ തന്നെ 2 ഭാഗമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. സാധാരണ നടക്കുന്നതും സാധാരണ നടക്കാത്തതും ഞങ്ങൾ വേർതിരിച്ചതാണ്. അതുപോലെ തന്നെ ഈ വിഷയം ഇപ്പൊ പറഞ്ഞതും എന്ത് ഇമാം നബവിയുടെ വാക്ക് എന്ത്, ഈ വിഷയം ഇൽമു തേടണോ ഹിദായത്ത് അതൊക്കെ സാധാരണ ഇവിടെ നടക്കുന്നതല്ല എന്നാണ് ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഏത് പണ്ഡിതൻ പറഞ്ഞിട്ടില്ല. അവിടെയാണ് ജനങ്ങളൊക്കെ പഠിച്ചു. അൽഹംദുലില്ലാഹ്. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ളത് ശിർക്കാണെന്ന് പറഞ്ഞ ഒരു ആധികാരിക പണ്ഡിതൻ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കഴിയുകയുമില്ല. പിന്നെ ഞങ്ങളുടെ ചോദ്യം നിലനിൽക്കുന്നു. മറക്കണ്ട, ജിന്നുകളോടാകുമ്പോ സഹായതേട്ടം ശിർക്കല്ല, ഔലിയാക്കളോടാകുമ്പോ ശിർക്കാണ്. ഇത് അവസ്ഥയുടെ മർമ്മമാണ്. അതുകൊണ്ടായിരുന്നു വ്യത്യാസം ചോദിച്ചത്, പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ലാസ്റ്റ് പറയുന്നത് നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞപ്പോ റാസി വായിക്കണം. റാസിയിലുണ്ടോ നിങ്ങളെ പറഞ്ഞത്? ഇമാം നബവി റഹ്മത്തുള്ളാഹി തന്നെ അത് കൃത്യമായി പറഞ്ഞതല്ലേ? ഒന്ന് വായിച്ചു നോക്കുക റഹ്മാനി എന്താ പറഞ്ഞത്. സുമ്മ ഇൻ കാനത്തിൽ ഹാജ ഇമാമിങ്ങൾ കിതാബിൽ ശിർക്കന്നെ എഴുതൂലെന്നല്ല നിങ്ങളെ വാദം. അപ്പൊ അവിടെ പാടുണ്ടോ? അതുകൊണ്ടല്ലേ ആ ഇബാദത്ത് ശിർക്ക അല്ലാതെ ഇരുന്നത് അല്ലേ? ഇനി സനദ് വേണോ? പിടിച്ചോ പറയും. പിന്നെ ഒച്ചുണ്ടാക്കി മൗലവി അസിഹന്ന എന്ന് പറഞ്ഞ ഒച്ചുണ്ടാക്കിനാണോ? പഠിച്ചോ. അർത്ഥം പഠിച്ചോ. സ്വാഹ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതിനാ പറയാ. മിസ്ബാഹ് എടുക്കാൻ ഒത്തു പഠിക്കണ്ടേ? ഭാഷ വേണ്ടത് കേട്ടോ. അഖ്ബറനാ അബുൽ ഖാസിം ഇബ്നു സമർഖന്ദി പഠിച്ചോളൂ. അഖ്ബറനാ അബുൽ ഫദ്ൽ ഇബ്നുൽ ബഖാൽ, അഖ്ബറനാ അലി ഇബ്നു മുഹമ്മദ് ഇബ്നു ബിശ്റാൻ, അഖ്ബറനാ ഉസ്മാൻ ഇബ്നു അഹ്മദ്, ഹദثنا അഹ്മദ് ഇബ്നു ഇസ്ഹാഖ്, ഹദثنا അൽ ഹുമൈദി, ഹദثنا സുഫിയാൻ, ഹദثنا ഇബ്നു അബി ഖാലിദ്. ഈ സനദും പറയണം നിങ്ങൾ മറുപടി. സനദ വേണ്ടത് എന്തും തരാ നിങ്ങൾക്ക്. നിങ്ങളൊന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ.
തെളിവന്നെ നമുക്ക് ആവശ്യമില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞു. തെളിവന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങളെ ഇസ്ലാമിൽ തന്നെ എഴുതിയതാ. ഏത് ശിർക്കല്ല എന്നതിന് തെളിവ് പറയേണ്ട ആവശ്യമില്ല. അപ്പോ ഞങ്ങളെ ചോദ്യം, ഉമ്മു കുൽസൂം ബീബി പറഞ്ഞത് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് ഇസ്തിഗാസ എന്ന് പക്ഷിയായതിൽ പറഞ്ഞിട്ടുണ്ട്. ഉമ്മു കുൽസൂം ബീബി മുശ്രിക്കാണോ? ഹാഫിദ് ഇബ്നു അബ്ദുൽ ബർ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളാണോ? അറിയണം നിങ്ങൾ സമൂഹത്തോട്. ശിർക്ക് ചെയ്യാത്തവരാണ് ഇമാമിങ്ങൾ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ മറുപടി പറയണം. പിന്നെ അത് പറഞ്ഞിട്ടില്ല. ഭൗതിക മാർഗത്തിലൂടെയുള്ള തേട്ടം ശിർക്കാണ് എന്ന മുസീബത്ത് മുജാഹിദ് ഉണ്ടാക്കിയതാണ്. അതിനെവിടെ തെളിവ്? ഏത് ഹദീസ് വായിച്ച ഏതാരുമില്ല. നിങ്ങൾക്ക് പണ്ഡിതന്മാരെങ്കിലും ഉദ്ധരിക്കാൻ പറ്റും? പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇത്ര നേരം ഉദ്ധരിച്ചത്. ഞങ്ങൾ ഇത്രയും നേരം ഉദ്ധരിച്ച പണ്ഡിതന്മാരിൽ തന്നെയാണ്. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഇമാം നബവി റഹിമഹുള്ളയുടെ വാചകം ഞാൻ പറയട്ടെ. ഇമാം നബവി റഹിമഹുള്ള രണ്ട് ഭാഗമായി തിരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് ഭാഗമായി തിരിച്ചുകൊണ്ടാണ് വിശദീകരിച്ചത്. എന്താ? ഒന്ന് സാധാരണ നടക്കുന്നത്, അതെന്താ? മറ്റൊന്ന് സാധാരണ നടക്കാത്തത്. തുമ്മ ഇൻകാനത്തിൽ ഹാജത്തുൽ ലത്തി യസ്അലുഹാ ലം തജിരിൽ ആദതു ബിജറിയാനിഹാ അലാ മനുഷ്യരുടെ കയ്യിലൂടെ സാധാരണ നടന്നു വരാത്ത കാര്യമാണ് നിനക്ക് ചോദിക്കാൻ ആവശ്യമായതെങ്കിൽ അതേതാ? സാധാരണ മനുഷ്യരുടെ കയ്യിലൂടെ നടക്കാത്തത് ഹിദായത്ത് തേടുന്നത്. ഹിദായത്ത് കൊടുക്കൽ സാധാരണ മനുഷ്യന്മാരുടെ കയ്യിലൂടെ നടക്കുന്നതല്ല, സാധാരണ സൃഷ്ടികളിലൂടെ നടക്കുന്നതല്ല. ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനും അതിലെ വിവരം പഠിക്കുവാനും അതൊക്കെ ഇവിടെ സാധാരണക്കാരുടെ കയ്യിലൂടെ നടക്കുന്നതല്ല. അത് മനസ്സിലാക്കാനും അറിവ് കിട്ടാനും അല്ലാഹുവിൽ നിന്ന് മാത്രം നടക്കുകയുള്ളൂ. വശിഫാഇൽ മറദി, രോഗം ശിഫയാവാൻ, വഹുസൂലുൽ ആഫിയത്തി മിൻ ബലാഇ ദുനിയ വഅദാബിൽ ആഖിറ, ഇതൊക്കെ സഅല റബ്ബഹു ദാലിക്, അല്ലാഹുവോട് തേടണം. കഴിഞ്ഞില്ല. വഇൻകാനത്തിൽ ഹാജത്തുൽ ലത്തി യസ്അലുഹാ ജറത്തിൽ ആദത്ത് അൻ അല്ലാഹു സുബ്ഹാനഹു വതആല യുജ്രിഹ അലാ യദി ഖൽഖിഹി കൽ ഹാജാത്തിൽ മുതഅല്ലിഖത്തി ബി അസ്ഹാബിൽ ഹിറഫി വസ്സനാഇ വഉലാത്തുൽ ഉമൂർ സഅലല്ലാഹു തആല. കണ്ടോ എന്ത് വേണം? സാധാരണ ഇവിടെ നിർമ്മാണ പ്രക്രിയ നടത്തുന്ന ആളുകളുണ്ട്. അവരുടെ കയ്യിലൂടെ നടക്കുന്ന സംഗതികൾ ആ സംഗതികളാണോ എങ്കിൽ അവരുടെ ഹൃദയം അങ്ങനെ അനുകൂലമാക്കി തരാൻ അല്ലാഹുവോട് ദ്വാരക്കണം. എന്നിട്ട് അവരോട് ചെയ്യാം. രണ്ടും വേർതിരിച്ച് പഠിപ്പിച്ചു. ഈ രണ്ട് വേർതിരിവാണ് ഞങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളോട് പഠിപ്പിച്ചു തന്നത്, പറഞ്ഞു തന്നത്. അപ്പോ ഞങ്ങൾ പറഞ്ഞ വിഷയം കൃത്യമാണ്. ജിന്നുമായി ബന്ധപ്പെട്ട വിഷയമാണോ? ഞാൻ ആദ്യം മുതൽ പറയുന്നത് ഇൻഷാ അല്ലാഹ് എനിക്ക് തയ്യാറാണ്. ഞങ്ങൾ തയ്യാറല്ല എന്ന് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടിരുന്നോ? നമുക്ക് ഇസ്തിഗാസ വിഷയം കഴിഞ്ഞ ശേഷം ജിന്നുമായി ബന്ധപ്പെട്ട വിഷയം അത് ശരിയാണോ, ശിർക്കാകുന്നപ്പോൾ അല്ലാത്തതെപ്പോൾ, ശിർക്കാകാത്തതെപ്പോൾ ഒക്കെ നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെയോ അതിൽ രണ്ടാമത്തെ വിഷയം കാര്യകാരണ ബന്ധം, ഭൗതികം അഭൗതികം. ആ വിഷയത്തിന്റെ കാര്യത്തിലാണ് ഇമാം റാദിയുടെയും ഇമാം നബവിയുടെയും ഉദ്ധരണികൾ ഞാൻ വായിച്ചത്. രണ്ട് ഭാഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരാൻ, കാര്യകാരണ ബന്ധവും അല്ലെങ്കിൽ സാധാരണയും അസാധാരണയും അത് ബോധ്യപ്പെടുത്തി തരാനാണ് ഇത് രണ്ടും ഞാൻ പറഞ്ഞത്. പിന്നെ ഉമ്മു കുൽസൂം ബീവിന്റെ സംഭവം, ആ ഉമ്മു കുൽസൂം ബീവിന്റെ സംഭവം അതിൽ സനദിൽ ഇൻഖിതാഉണ്ട്. മുസ്ലിയാരെ, സനദിൽ ഇൻഖിതാഉണ്ട്. പഠിച്ചോളൂ. ഇസ്മായിൽ ഇബ്നു അബി ഖാലിദ് അദ്ദേഹം ആരെ കണ്ടിട്ടില്ല? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല. കല്യാണമാലോചന നടക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്മായിൽ ഇബ്നു അബി ഖാലിദ് കണ്ടിട്ടില്ല. സനദിൽ ഇൻഖിതാഉണ്ട്. പഠിച്ചോളൂ. അപ്പോ നിങ്ങൾ പറഞ്ഞ സനദ്, ആ സനദും ശരിയല്ല. അതാ ഞങ്ങൾ ഗ്യാരണ്ടി പറയൽ എന്താണെന്നറിയോ? ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങളെ പറയാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ ചെയ്യണത് അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കല. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞു ഇമാമിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ ആ സംഭവങ്ങളെ നിങ്ങൾക്ക് അനുകൂലമായി എടുത്തുദ്ധരിക്കാൻ ശ്രമിക്കുകയാണ്. അതേ സമയത്ത് ആ സംഭവത്തിൽ വന്നിട്ടുള്ള റാവിമാരെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാത്തത് കൊണ്ട് അതിന്റെ സനദിൽ ഇൻഖിതാഅ് വന്നിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞ വിഷയം ഇനി രണ്ടാമത്തെ എന്താ? നടത്തും റസൂലുള്ളാഹിനോട് പോയിട്ട് ഞാൻ അങ്ങനെ എന്ന വിഷയം, അതിന്റെ ഒരു സംഗതി കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. പഠിച്ചോ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടിച്ചു തകർക്കലും
നല്ല രസമായി സംഭവം. ഈ ചങ്ങായിക്ക് ഒരു അസുരപ്പിടുത്തം കിട്ടിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞാൽ എന്താ അറിയോ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടില്ല, ഉമർ റളിയല്ലാഹു കണ്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞ് സമ്മതിച്ചു എന്ന് വെക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈ ഉമർ റളിയല്ലാഹുവിന്റെ ഈ സംഭവത്തിന് ആരൊക്കെ സാക്ഷിയായി? ഉമ്മു സൽമ, പിന്നെ ഞാൻ പറഞ്ഞു ഉമ്മു കുൽസൂം ബീവി അല്ലേ ഇതിന്റെ ആള്? ഉമ്മു കുൽസൂം ബീവിനെ കണ്ടാ പോരെ? ഒരാൾ പറഞ്ഞു കൊടുത്താ പോരെ? പോയത്തക്കാരെ എവിടെ എഴുന്നേറ്റ് വരുന്നത്? ഒരു സംഭവം പറഞ്ഞു കൊടുക്കാൻ ആകെ പറഞ്ഞാണ് ഉമർ നിങ്ങൾ കണ്ടിട്ടില്ല, ഉമ്മു കുൽസൂമിനെ കണ്ടിട്ടുണ്ടോ? പറയണം, മറുപടി പറയണം. അതുപോലെ തന്നെ ആയിഷ ബീവി രണ്ടാളും കണ്ടിട്ടില്ല എന്ന് തെളിയിക്ക്. അപ്പോഴേ തള്ളുള്ളൂ. ഞാനും പിന്നെ നമ്മുടെ സാദി ഉസ്താദും അതുപോലെ തന്നെ നിസാർ സഖാഫിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ആ പ്രശ്നം നേരിട്ട് കേൾക്കാൻ ഞങ്ങൾ മൂന്നാളും കാണണമെന്നില്ല, ഏതെങ്കിലും ഒരാളെ കണ്ടാൽ മതി. പഠിച്ചോ മുസ്ലിയാരെ, ഇൻകിതാബ് പറഞ്ഞ തേങ്ങാകുല എന്ന് മനസ്സിലാക്കി വരികയാണ്. എന്ത് പൊട്ടപ്പോയത്ത ഉമർ അത് രണ്ടും കണ്ടിട്ടില്ല എന്ന് വായിക്ക്. ഏത്? ഉമ്മു കുൽസൂം ബീവിയെ കണ്ടിട്ടില്ല, തെളിയിക്ക്. ആയിഷ ബീവിയെ കണ്ടിട്ടില്ല, തെളിയിക്ക്. പിന്നെ അത് പറഞ്ഞിട്ടില്ല കേട്ടോ. ഏത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറത്ത് തേടിയാൽ ശിർക്കാണെന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. പിന്നെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ലെന്തിനാ ഈ മുസീബത്തും ബലാലും ഉണ്ടാക്കിയത്? അത് ഞങ്ങൾക്കറിയാം. ഈ സംവാദം കേൾക്കുന്ന എല്ലാവർക്കും ബോധിക്കും. നിങ്ങളെ കാര്യകാരണത്തിന്റെ ബന്ധത്തിന്റെ തലയും ഉടലും ഞങ്ങൾ ഇതാ ഈ മസ്കത്തിൽ ഇവിടെ നിന്റെ മാസിൻ തങ്ങളുടെ മണ്ണിൽ കുടിച്ചു മൂടിയിരിക്കുന്നു. ഇനി നിങ്ങൾക്കത് പറയാൻ കഴിയില്ല. പറയണം നിങ്ങൾ. ഇനി കാര്യകാരണമെന്ന് കേരളത്തിൽ കണ്ടുപോകരുത് നിങ്ങൾ. കാര്യകാരണ ബന്ധിച്ചു. അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞിട്ട്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്ത് ശിർക്കാന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. പറയണം നിങ്ങൾ. അവിടുന്ന് വിസർത്ത് പോകുന്നത് എത്ര ചെലവുണ്ട്? ഒരു കാര്യകാരണ ബന്ധം കൂടി നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ എവിടുന്ന് വരെ ഞങ്ങളൊക്കെ അഭൗതിക മാർഗത്തിലുള്ള ശിർക്ക്, കാര്യകാരണ ബന്ധത്തിലുള്ള ശിർക്ക് എവിടെ? ഹദീസിലുണ്ടോ? ഇല്ല. ഇമാമിങ്ങൾ എന്താ പറഞ്ഞത്? ഇമാമിങ്ങൾ രണ്ടായി തെളിയിച്ചിട്ടുണ്ട്. അതിൽ ശിർക്കാന്നില്ല, രണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വായിച്ചല്ലോ, ഇനിയും വായിച്ചു തരണോ? എങ്ങനെ രണ്ടാക്കിയത്? അല്ലാഹുവിൽ നിന്ന് നേരിട്ട് കിട്ടുന്നുണ്ട്, ഇൽമ് ഹിദായത്തൊക്കെ ഉണ്ട്. അതേസമയം നേരിട്ട് കിട്ടാത്തതുണ്ട്. ഏതാണത്? നമുക്കൊരു കുപ്പായടിക്കണം, അള്ളാഹിനോട് പറയാൻ കുപ്പായടിക്കണം. ടൈലർ അള്ളാഹിനോട് അപ്പം എങ്ങനെ ദ്വാരിക്കേണ്ടത്? അല്ലാ ഈ ടൈലർക്കും തോന്നിപ്പിച്ചു കൊടുക്കണം, എനിക്ക് കുപ്പായടിക്കാൻ തോന്നിക്കണേ. അതാ രണ്ടെണ്ണാക്കിയത്. അത് രണ്ടെണ്ണുണ്ട്. അതല്ല ഞങ്ങളെ ചോദ്യം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ശിർക്കാണ് എന്ന് നബി ഇമാം ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചല്ലോ, ശിഫാഉൽ മർദ്, രോഗം മാറ്റാൻ ഡോക്ടറോട് തേടിയ ശിർക്കാണോ? നിങ്ങൾ പറഞ്ഞനുസരിച്ചാവണ്ടേ? എന്തെങ്കിലുമൊക്കെ പറയല എവിടുന്ന്. അതുകൊണ്ട് ആയത്തുമില്ല, ഹദീസുമില്ല. പിന്നെ ഉമ്മു കുൽസൂം ബീവിന്റെ സംഭവം ഉമർ തങ്ങളെ കാണാത്തതുകൊണ്ട് കഴിയൂല. മൂന്നാള് ബന്ധപ്പെട്ട സംഭവമാണ്. ആരെങ്കിലും ഒരാൾ കണ്ടാൽ മതി. ആ ജാതി പൊട്ടപ്പോയത് ഞങ്ങളെ മുമ്പിൽ ചെലവാകില്ല. അത് മുജാഹിദ് സെന്ററിൽ ഒറ്റയ്ക്ക് കൗമിനോട് പറഞ്ഞു കൊടുത്താൽ മതി. പാവങ്ങൾ അത് നടക്കൂല. ഞങ്ങൾക്ക് ഈ ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിനോട് വന്നിട്ട് തേടാണ്. നബിയേ എന്റെ പ്രസംഗത്തിയോട് പറയും. പറച്ചുണ്ടാക്കൽ സമ്മതിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഉമ്മു കുൽസൂം ബീവി അടക്കം ഉമ്മു കുൽസൂം ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ. അപ്പൊ ഏതായാലും സനദിൽ ഇംഗ്ലിത്താഴ് പറഞ്ഞപ്പോ കിട്ടി പണി അല്ലേ? അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹുവിനെ അതേ ഇസ്മാഈൽ ഇബ്നു അബി ഖാലിദ് കണ്ടിട്ടില്ല. വഹുവ മിൻ തബഖത്തിൻ തലിൽ ഉസ്താ മിന താബിഈൻ. കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇൻഖിതാഇ സനദിലുള്ളത് കൊണ്ട് നമ്മളെ പ്രമാണം പോലും സ്വഹീഹായ ഹദീസ് അതുപോലും മറന്നുപോയി. നിങ്ങൾ ഞങ്ങളെ കുഴിച്ചുമൂടി അങ്ങനാക്കി. അതൊക്കെ നിങ്ങളെ പൂതിക്ക് നല്ലതാ, നിങ്ങളെ സന്തോഷത്തിന് നല്ലതാ അതൊക്കെ പറയല്. മനസ്സിലായില്ലേ? നമുക്ക് നാട്ടിൽ കണ്ടുപോകരുന്നു. നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയ നാടൊന്നുമില്ലല്ലോ കേരളം, ആണോ? ഞങ്ങൾ സ്വാതന്ത്ര്യം, അതെ സ്വാതന്ത്ര്യത്തിന്റെ കൃത്യമായ വായു ശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ തോന്നിവാസങ്ങളെയും ജനങ്ങളുടെ മുന്നിൽ തുറന്നുകൊണ്ടുവരും. നിങ്ങൾ കൊണ്ടുവന്ന മുടിയും പൊടിയും അടക്കമെല്ലാം. മനസ്സിലായോ? നിങ്ങൾക്ക് സനത് കേൾക്കും പ്രശ്നമുണ്ടല്ലേ? നിങ്ങളെ മുടിക്കും പൊടിക്കൊന്നും സനത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. ഞങ്ങൾ പറയുന്നു ഈ വിഷയത്തിന് കൃത്യമായ സനദില്ല. പിന്നെ ആയിഷ ബീബി ഉമർമാനെ കണ്ടിട്ടില്ലേ? ഹഫ്സ ബീബി മറ്റേ ഉമ്മു കുൽസൂം ബീബി കണ്ടിട്ടില്ലേ? അതവിടുത്തെ വിഷയം. അതല്ല വിഷയം. ഈ പെൺകെട്ട് ആലോചിച്ചതുമായി വെച്ച സംഭവമാണ് വിഷയം.
സംഭവമാ വിഷയം. നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ, ഞങ്ങളെ കണ്ടിട്ടോ വിഷയമല്ല. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടോ എന്ന് വേറൊരാൾ പറയുമ്പോ അതാണ് വിഷയം. അത് നടന്നിട്ടുണ്ടോ ഇല്ലേ, ആ തലത്തിൽ ഇംഗിത്താറുണ്ടോ ഇല്ലേ, അതാ അവിടെ ചർച്ച. അതാ മുസ്ലിയാരെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്താ പറഞ്ഞ് ഐഷബിനെ കണ്ടിട്ടില്ലേ, ഉമ്മുകുൽസൂമിനെ കണ്ടിട്ടില്ലേ, അതൊക്കെ വർത്താനം പറയാൻ നല്ലതാ. പക്ഷെ വിഷയം തെളിയിക്കണമെങ്കിൽ ഈ സനദിലെ കൃത്യമായി പണ്ഡിതന്മാര് പഠിപ്പിച്ചു. അപ്പൊ ഈ വിഷയത്തിൽ സ്വഹീഹായ പരമ്പരയിലൂടെ വരണമെന്ന വിഷയം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളത് വായിച്ചു എന്ന് പോയതല്ലാതെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇതിനകത്തൊരു സംഗതി കൂടിയുണ്ട്. അറിയോ, ഉമ്മുകുൽസൂം ബീവി പറഞ്ഞു അത്രേ, ആരെക്കുറിച്ച്? റളിയല്ലാഹുവിനെ കുറിച്ച്. എനിക്ക് ആ ചെക്കനെ വേണ്ട, കാരണം അയാൾ പരുക്കനാണ്, അയാളുടെ ജീവിതം പരുക്കനക്ക് വേണ്ട. എനിക്ക് എന്റെ മേൽ ദുനിയാവ് ചൊരിഞ്ഞു തരുന്ന ഒരു യുവാവിനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എനിക്ക് പറ്റൂല. അതുകൊണ്ട് ഈ എന്നെ കെട്ടിച്ചു കൊടുത്താ ഞാൻ ഉടനെ അങ്ങോട്ട് വെച്ചുണ്ടാക്കും. നിങ്ങൾ പറഞ്ഞ സഹായം തോടും എല്ലാരെയും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഗതി ഒരാൾ ചെയ്താൽ സാധാരണയാണ്. കൊച്ചുകുട്ടിയാ, സ്വതീറത്തായ പെണ്ണ്, അങ്ങനല്ലേ കിതാബിലുള്ളത് അല്ലേ? ഉമ്മുകുൽസൂം ബീവി ആ പെണ്ണ് പറയാണ്, ആയിഷ ബീവി ആ പരുക്കനായ ആളെ എനിക്ക് കെട്ടിച്ചേരരുത്. റളിയല്ലാഹു അൻഹു ജീവിതം തന്നെ പരുക്കനാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ട. എനിക്ക് എന്റെ മേൽ ദുനിയാവ് ചൊരിഞ്ഞു തരുന്ന ഒരു ചെക്കനാണ് എനിക്കിഷ്ടം. ഇതിൽ കൃത്യമായി നമ്മൾ പറയണു, റളിയല്ലാഹു അൻഹുവിനെ ശക്തമായി ആക്ഷേപിക്കലില്ലേ? പരിശോധിക്ക് നിങ്ങളെ. മാത്രമല്ല പിന്നീട് ഈ സംഭവത്തിൽ ഉസ്മാൻ ഈ ഉമ്മുകുൽസൂം ബീവിനെ കെട്ടിയതാരാ? കൃത്യമായി തന്നെ നോക്ക്. ആ വിഷയത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. അപ്പോ നിങ്ങൾ ആ പറഞ്ഞ സംഭവം നിങ്ങളുടെ ഇസ്തിഗാസക്ക് തെളിവല്ല. നിങ്ങൾ സ്വഹീഹായ പരമ്പരയിലൂടെ ഉദ്ധരിക്കണം. അത് നിങ്ങൾ ഉദ്ധരിച്ചിട്ട്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് സനദുള്ളത് കിട്ടൂല. കാരണം നിങ്ങളെ മുടിക്കും സനദില്ല, പൊടിക്കും സനദില്ല, ഒന്നിനുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന സംഗതി കൊണ്ടാവൂല. പക്ഷെ ഞങ്ങൾ പറയുന്നു അതിവിടെ വേണ്ട. പിന്നെ ഞങ്ങൾ കേരളത്തിൽ ഇനിയും നിങ്ങളുടെ ആശയങ്ങൾക്കെതിരെ ശക്തമായി ഞങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാകും. വളരെ കൃത്യമായി ഞങ്ങൾ പറയും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ വിഷയത്തിലൊന്നും പറഞ്ഞു വെക്കേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞ വിഷയത്തിന് ഞങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു തന്നു. ഇല്ല, ഞങ്ങൾ പറഞ്ഞ വിഷയം അതെ ഒന്നാമത്തത് എഴുതിക്കോ, രണ്ടാമത് ഇൻഷാ അല്ലാഹ് നമ്മൾ തയ്യാറാണ്. ജിന്ന് മലക്ക് അത് ഇസ്തിഗാസ നടത്തൽ ശിർക്കാകുന്നത് എപ്പോൾ ആവൂല, ഞങ്ങൾ കൃത്യമായി പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. പിന്നെ കാര്യകാരണ ബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞു തന്നു. അതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി രണ്ട് തരം വേർതിരിവ് നടത്തിയത്. അത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് മറ്റുള്ളവരോട് ചോദിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അർത്ഥം വെച്ചതൊക്കെ വളരെ ഉഷാറാ. ആ സംഭവത്തിലും കഴിഞ്ഞോ? ഓക്കെ, എന്നാലും അർത്ഥം വെച്ചത് തെറ്റാ. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സംവാദത്തിന്റെ ഒരു അർദ്ധ സെഷൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഓഡിയൻസ് ഇതുവരെ എല്ലാവരും ഇരിക്കണം. ഓഡിയൻസ് ഇതുവരെ കാണിച്ച അച്ചടക്കം തുടർന്നും കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ചില അസ്വരാസ്യങ്ങൾ ഓഡിയൻസിൽ നിന്ന് ദർശിക്കാനാവുന്നുണ്ട്. അതൊരു നല്ല ലക്ഷണമായി നാം കരുതുന്നില്ല. എന്തായാലും ഇനി മുജാഹിദ് വിഭാഗത്തിന് ചോദ്യം ചോദിക്കാനും സുന്നി വിഭാഗത്തിന് ഉത്തരം പറയാനുമുള്ള സമയമാണ്. ചോദ്യത്തിന് 3 മിനിറ്റ് സമയവും ഉത്തരത്തിന് 4 മിനിറ്റ് സമയവുമാണ്. വിഷയത്തിൽ നിന്ന് പൂർണ്ണമായ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നെ ആകാൻ പാടുള്ളൂ എന്ന് ഒരു വിഭാഗത്തെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. സുന്നി മുജാഹിദ് വിഭാഗത്തിന് ചോദ്യങ്ങൾ തുടങ്ങാം. ചോദ്യം 1. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ 1 മണിക്കൂറിലധികം കൃത്യമായ ചോദ്യോത്തരമാണ് ഒരു ഭാഗത്ത് നടന്നത്. ഇനി മുജാഹിദ് പക്ഷത്തു നിന്നുള്ള ചോദ്യമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഞങ്ങളുടെ ചോദ്യം. എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ അത് സഫലീകരിക്കുന്നതിന് നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വല്ല സ്വഹീഹായ ഹദീസും ഉദ്ധരിക്കാമോ?
ചോദ്യം ഒന്നും കൂടെ ഞാൻ പറയാം. എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ അത് സഫലീകരിക്കുന്നതിന് നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വല്ല സ്വഹീഹായ ഹദീസും ഉദ്ധരിക്കാമോ? ഇവിടെ നമ്മളെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും ശരിക്ക് നമ്മളെ വിഷയം സ്വഹീഹായ ഹദീസുകളാണ് വിഷയം. എന്തെങ്കിലും ഒന്നും എടുത്തിട്ട് വായിച്ചിട്ട് പോകാൻ പറ്റൂല. അങ്ങനെയല്ലല്ലോ നമ്മളെ വിഷയം. കൃത്യമായി സ്വഹീഹായ പരമ്പരയിലൂടെ വന്നത്. ശരിക്ക് സ്വഹീഹായ ഹദീസുകൾ വായിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. ഞാൻ നേരത്തെ തന്നെ എന്റെ വിഷയാവതരണം മുതൽ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആശയമാണത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രമാണ് ഇസ്തിഗാസ നടത്താറുള്ളത്. ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ഒരാളോട് ഇസ്തിഗാസ നടത്തുന്നത് വെച്ചാൽ അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യം അല്ലാഹുവിനോട് മാത്രമേ ഞങ്ങൾ ചോദിക്കാറുള്ളൂ. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചെന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയം എന്ത് പ്രയാസമുണ്ടായാലും വിഷമഘട്ടങ്ങളിലും അല്ലാഹുവിനോട് ചോദിക്കണം എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സ്വഹാബികളും താബിഈങ്ങളും വന്ന അതേ മാർഗത്തിലൂടെയാണ് നമ്മൾ കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇൻഷാ അല്ലാഹ് അതിനുശേഷം ഓരോന്നായിട്ട് നമുക്ക് ഒന്നാമത്തെ മറുപടി കിട്ടിയാൽ അടുത്ത ചോദ്യം, അങ്ങനെ ഓരോന്നായിട്ട് വരും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം വീണ്ടും ഞാൻ പറയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ അത് സഫലീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വല്ല സ്വഹീഹായ ഹദീസും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വിഷയം ഉദ്ധരിക്കാൻ പറ്റുമോ എന്നതാണ് നമ്മളുടെ ചോദ്യം. അതുകൊണ്ട് കൃത്യമായ മറുപടി നമ്മൾക്ക് ഈ വിഷയത്തിൽ ലഭിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നമുക്ക് കാണാൻ കാണുന്ന എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കലുണ്ട്. വൈദിശീനെ വിളിക്കലുണ്ട്, റിഫായിശീനെ കാണുന്നതല്ല, മരണപ്പെട്ട മഹാന്മാരെല്ലാരെയും ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാവുന്ന തരത്തിലെന്ന് മാത്രമല്ല അവർക്ക് അതിനുള്ള പ്രത്യേകമായ കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നബിയല്ല അള്ളന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ചോദ്യം വളരെ കൃത്യമായിട്ടുണ്ട്. കേട്ടോളൂ, മറുപടി വളരെ കൃത്യമാണ്. ഞങ്ങളത് വിഷയത്തിൽപ്പെട്ടതല്ലാതെ പറയൂല. കാരണം ഞങ്ങളുടെ കയ്യിൽ അതിന് മറുപടി ഉണ്ട്. അൽഹംദുലില്ലാഹ് നല്ല ഒരു സന്ദർഭമാണ് ഇപ്പോ. കാര്യകാരണ ബന്ധം പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. പിന്നെ അത് ശിർക്കല്ല എന്നതാണ് ഞങ്ങളെ വാദം. ആ വാദത്തിന് തെളിവ് പറയേണ്ടതില്ല എന്നാണ് നിങ്ങളുടെ പുതിയ ഇസ്ലാഹ് മാസികയിൽ നിങ്ങൾ എഴുതിയിട്ടുള്ളത്. തെളിവെന്നെ പറയേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ ആദ്യം ഒന്ന് രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ശിർക്കല്ല എന്ന് പറയുന്നവന് തെളിവ് പറയേണ്ട ആവശ്യമില്ല. അൽ ബയ്യിനത്തു അലൽ മുദ്ദഈ, തെളിവ് പറയേണ്ടത് ആരാണ്? അത് ശിർക്കാണ് എന്ന് പറയുന്നവരാണ് എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളെ വകയിൽ ഞാൻ വെറുതെ പറഞ്ഞു എന്നല്ല, നിങ്ങൾ എഴുതിയത് തന്നെയാണത്. അതുകൊണ്ട് നിങ്ങൾ അതിനെന്തായാലും മറുപടി പറയണം. ഇത് നിങ്ങൾ ഇസ്ലാഹല്ലേ? നിങ്ങളെ ചോദ്യം തന്നെ പോയത്. ഇതിന്റെ 67ാമത്തെ പേജ് ഏതാ ഇസ്ലാഹ്? ശരിക്കും കേട്ടോ, നിങ്ങൾ ജനുവരി 2013 ഒക്കെ ലേറ്റസ്റ്റ്. നിങ്ങൾ ഓരോന്ന് എഴുതി തരും ഞങ്ങൾക്ക്. 67ാമത്തെ ഇത് ജനങ്ങളൊന്ന് പഠിക്കണം. നിങ്ങളെ ഈ തെളിവ് ചോദിക്കൽ തന്നെ പോയതാ. 67ാമത്തെ പേജ് പഠിച്ചോ, ഞങ്ങൾ വായിച്ചു തരാം. നിങ്ങളാണ് പറയുന്നത്. കേട്ടോളൂ. ഞങ്ങൾ പറഞ്ഞില്ല, ജിന്നിന്റെ വിഷയത്തിലാട്ടോ പറയുന്നത്. ജിന്നിനോട് തരാൻ ശിർക്കല്ലാന്ന് പോലെ, ശിർക്കല്ലാന്ന് കായക്കൊടി, ആ ശിർക്കാണെന്ന് കായക്കൊടി ശിർക്കല്ലാന്ന് പോലെ. അപ്പൊ ശിർക്കല്ല എന്ന് പറയുന്നവരോട് കായക്കൊടി തെളിവച്ചു. അപ്പൊ പറയാണ്, കേട്ടോളൂ, വാസ്തവത്തിൽ ഹാജരായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാലും ശിർക്കാണെന്ന് പറയുന്നവരാണ് ആയത്തും ഹദീസും കൊണ്ടുവരേണ്ടത്. എന്നാൽ KJU ഫത്വയിൽ ഇക്കാര്യം തെളിയിക്കുന്ന ഒരൊറ്റ ആയത്തോ ഹദീസോ കൊണ്ടുവന്നിട്ടില്ല. ശിർക്കല്ല എന്നതിനുള്ള തെളിവ് ശിർക്കല്ല എന്നതു തന്നെയാണ്. എന്തുകൊണ്ടാണ് ശിർക്കായി എന്ന് പ്രമാണങ്ങൾ തിരിച്ച് അത് പറയുന്നവരാണ് തെളിയിക്കേണ്ടത്. അത് എഴുതുമ്പോ നോക്കണം, പൂർത്തി ഞങ്ങളാണ്. മനസ്സിലായല്ലോ? ഇനി തെളിവാണ് ഞങ്ങൾ തെളിവ് പറയും. അതെന്തിനു വേണ്ടി? അത് ജനങ്ങൾക്ക് വേണ്ടി. കേട്ടോ, നിങ്ങളെ ചോദ്യം എന്നോട് വിഷമഘട്ടത്തിൽ ചോദിക്കാമെന്ന് നബി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പോരെങ്കിൽ ഞാൻ ഹദീസിലേക്ക് തന്നെ വരാം. കേട്ടോളൂ, ഞങ്ങൾ ഇന്നമവലിക്കുന്ന നേരത്തെ പറഞ്ഞു, അത് വിട്ടിട്ടില്ല. അത് മൊത്തമായ തെളിവാണ്. അടുത്ത തെളിവ് കേട്ടോ, സൂറത്തുൽ അഹ്സാബിന്റെ 6ാമത്തെ ആയത്ത്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പഠിച്ചോളൂ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾ അവരുടെ ശരീരത്തേക്കാൾ കടമപ്പെട്ടവരാണ്. ത്വാഹ റസൂലുള്ളാഹി
അത് രണ്ട് രൂപത്തിലാണ്. പഠിച്ചോ. ഒന്ന് നബിയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളത്, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കാനുള്ളത്. അതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ് നമ്മുടെ ബുദ്ധിമുട്ടിന്റെ സമയത്തിലും വിഷമഘട്ടത്തിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടലും അവരോട് ഇസ്തിഗാസ ചെയ്യലും. അപ്പൊ ഖുർആനിൽ ഇനി പറയണ്ട, അർത്ഥം എന്തൊക്കെ വെക്കുക. ഉമർ റളിയല്ലാഹുവിന്റെ ഗീറത്തിന് അർത്ഥം വെച്ചതാ എന്ത് പരിക്ക സ്വഭാവം, ചങ്ങാതിമാരായ സ്വഭാവമല്ല, കർശന നിലപാടുള്ള ആളെന്നാ. പഠിച്ചോ, എന്തെങ്കിലും പറയില്ല, കർശന നിലപാട്. അതിനോട് യോജിച്ചു പോകാൻ പ്രയാസവും അത് ഏത് മണ്ണിലുണ്ടാകുന്നതാണ്. കാരണം അത്രയും വലിയൊരു മനുഷ്യനോട് അത് പാലിക്കാൻ കഴിയുമോ? അത് എന്നിട്ട് അത് ചക്കെന്നൊക്കെ ആക്കി മാറ്റിയിട്ട് ഓന്റെ ചങ്ങാതിമാരെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഓയത്തം പറയുന്നതിന് വേണം. പിന്നെ ഇങ്കിത്താക്ക ഞങ്ങൾ വിശദീകരിച്ചു തന്നു. 3 ആളുള്ള ഒരു സംഭവത്തിൽ ഒരാളെ കണ്ടാൽ തന്നെ എന്ത് മതി, അവിടെ സനത് മുറിയില്ല. നീ പഠിച്ചു പറഞ്ഞു കൊടുത്താ പോരെ? എങ്ങനെ ഉണ്ടായിരുന്നു? ആയിഷാബി പറഞ്ഞു കൊടുത്താ പോരെ? ഉമർ തങ്ങൾ തന്നെ പറയണമെന്നില്ലല്ലോ. അതൊക്കെ ഒന്ന് പഠിച്ചു വാ. ഇരിക്കട്ടെ, ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞു. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് സൂറത്തുൽ അഹ്സാബിലെ 6-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, നമ്മുടെ ശരീരത്തെക്കാൾ അല്ലാഹുവിന്റെ ഹബീബ് നമ്മളോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ ബന്ധപ്പെട്ട് കിടക്കുന്ന 2 രൂപത്തിലാണ്. ഏതാണ് ഈ 2 രൂപം? രണ്ടും വിശദീകരിച്ചു. അപ്പൊ എന്റെ ചോദ്യം എന്തായിരുന്നു? നിങ്ങൾ ആയത്ത് ഞാൻ പിന്നെ ചോദിക്കും ഇൻഷാ അല്ലാഹ്. അത് ചോദിച്ചതല്ലേ മറുപടി. ആയത്തുണ്ടോന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ പറഞ്ഞത് റെഡിമേഡ് കാച്ചണ്ട, പഠിച്ചു വെച്ചത് കാച്ചണ്ട. ആദ്യം നമ്മൾ ചോദിക്കും ആയത്തുണ്ടോന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ആയത്ത് പറഞ്ഞാൽ മതി. ഇപ്പൊ എന്റെ ചോദ്യം എന്താണ്? എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ അത് സഫലീകരിക്കുന്നതിന് നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വല്ല ഹദീസും സഹീഹായ ഹദീസും ഉണ്ടോ എന്നാ ചോദ്യം. വല്ല ഹദീസും സഹീഹായി വന്നിട്ടുണ്ടോ? ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് പറയുന്ന ഒരു വാചകം അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? അത് സഹീഹായ പരമ്പരയിലുണ്ടോ? സഹീഹായ ഹദീസാണ് ഞാൻ ചോദിച്ചത്. ആയത്തുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അടുത്ത് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ കാച്ചിക്കളയണ്ട, അത് വിഷയം വേറെ വരുന്നുണ്ട്. ആയത്തിലുണ്ടോ ഇല്ലേ? നിങ്ങൾ ഉദ്ധരിച്ച ആയത്ത് എന്താണ്? ആ ആയത്തിന്റെ വിശദീകരണം നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അപ്പം ആയത്ത് വരുമ്പോൾ പറയാം. ഇപ്പൊ ഹദീസാണ്, സഹീഹായ ഹദീസാണ് എന്റെ ചോദ്യം. ആ വിഷയം ചോദിച്ചിട്ട് അതിനാണ് മറുപടി പറയേണ്ടത്. പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകൾ ധാരാളം വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് വരട്ടെ, അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. ഇപ്പോ സഹീഹായ ഹദീസ് കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ. നിങ്ങൾക്ക് വല്ല ആവശ്യവും നേരിട്ടാൽ അത് സഫലീകരിക്കുന്നതിന് വേണ്ടി എന്നോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സ്വഹീഹായ പരമ്പരയിലൂടെ ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ഹദീസ് കൊണ്ടുവരിക. ഇനി നേരത്തെ പറഞ്ഞെന്താ? പരുക്കൻ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ കർശന നിലപാടുള്ള. അതിന്റെ അടുത്ത വാക്കെന്താ? എനിക്കിഷ്ടം എന്റെ മേൽ സമ്പത്ത് ചൊരിഞ്ഞു തരുന്ന പുരുഷനാണ്. സമ്പത്ത് ചൊരിഞ്ഞു തരുന്ന പുരുഷൻ അടുത്ത വാക്ക്. അപ്പൊ എന്ത് മനസ്സിലായാൽ ഇപ്പുറത്ത് എന്ത് മനസ്സിലായി? അതാ പഠിക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അത് മനസ്സിലാക്കിയില്ല. അപ്പൊ എന്താ പറഞ്ഞത്? എനിക്ക് റളിയല്ലാഹു അൻഹു പരുക്കൻ സ്വഭാവം, പരുക്കൻ ജീവിതം നയിക്കുന്ന ആളാണ്. എനിക്ക് വേണ്ടത് എന്റെ മേൽ ദുനിയാവ് ചൊരിഞ്ഞു തരുന്ന ഒരു യുവാവിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉമ്മു കുൽസൂം ബീവി പറഞ്ഞിട്ടുണ്ട്. ആ വിഷയമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പറയാണ് ഞാനത് പഠിച്ചിട്ടില്ല. അടുത്ത വാക്ക് പറ. അടുത്തെന്താ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ വർത്താനൊന്നും പറയാൻ നിൽക്കേണ്ടതില്ല. നിങ്ങൾ ആ പറഞ്ഞ വിഷയത്തില് ആ സംഭവം ഉദ്ധരിക്കുന്നതിന്റെ സനദിൽ ഇൻഖിതാ ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ കണ്ടോ, ഉമ്മു കുൽസൂം ബീവിയെ കണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. ആ സംഭവം ഉദ്ധരിക്കുന്ന വിഷയം, അതിൽ ആ സംഭവം ഉദ്ധരിക്കുന്ന ആള് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല. അതാണ് ഇൻഖിതാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിഷയം കൃത്യമാണ്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ ഉദ്ധരിക്കുന്ന ഒരു സ്വഹീഹായ ഹദീസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ എന്റെ അടുത്ത ചോദ്യം വരും. ഉണ്ടെങ്കിൽ ആ ഹദീസ് ഉദ്ധരിച്ചാൽ മതി. ആ ഹദീസ് ഉദ്ധരിച്ചാൽ ആ ഹദീസിലുണ്ടോ ഇല്ല നമുക്ക് പരിശോധിക്കാം. ഒരാള് 1000 രൂപ കടം ചോദിച്ചു. അപ്പൊ 10,000 തന്നെ കൊടുത്താലോ? അത് പറ്റില്ല എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയത്ത് ഓതി തന്നത് നിങ്ങൾ എവിടുന്ന് വരിക? പിന്നെ വേറെ ആരും ഓതി തന്നതാ? ആയത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ. ഹദീസ് വായിച്ചപ്പോ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിലൂടെ ഓതി തന്നു എന്നാ പറഞ്ഞേ.
പഠിച്ചോ നിങ്ങൾ. അപ്പൊ ആയത്തും പറ്റാത്ത ആൾക്കാരെങ്കിൽ എന്താ കഥ? പിന്നെ ദുന്യാവ് ചെരിഞ്ഞാൽ ഹലാലായ പൈസ ഉണ്ടാവുന്ന മോശമുള്ളവരൊന്നല്ല പഠിച്ചു വെച്ചോനി. അതിപ്പോ സാധാരണ നമ്മൾ പറയില്ല, മകൾ കല്യാണം അന്വേഷിക്കുമ്പോ നമ്മളെ സമ്പത്തിനോട് ചോദിച്ച ആളാണോ അപ്പൊ കുറ്റ എന്താ ഈ ചങ്ങാതി പറയുന്നത്? അപ്പോ ഒരു ബോധയാക്കില്ല. ഇങ്കിത്താക്ക് ഏത് പണ്ഡിതൻ പറഞ്ഞു ഒരു സംഭവത്തിൽ 4 ആളുണ്ടെങ്കിൽ 4 ആളെയും കാണണം, അല്ലെങ്കിൽ ഇങ്കിത്ത ആണെന്ന് ഏത് ഉസൂലിന്റെ നിയമത്തിലാണ് കൊണ്ടുവരണങ്ങൾ? 4 ആള് തമ്മിലൊരു സംഭവം നടന്നാൽ അതിൽ ഒരാളെ കണ്ടാ പോരാ, 4 ആളെയും കാണണം, അല്ലെങ്കിൽ ഇങ്കിത്താണ്ട് ഏത് ഉസൂലാണ് ആ ഉസൂലിനോട് വായിക്കും. നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കല. അപ്പൊ കേട്ടോ, ഞാൻ പറയുന്നു, ഞാൻ ഇതിനത് ആവർത്തിക്കുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾ പഠിക്കട്ടെ, ആളുകൾ അറിയട്ടെ, ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് ത്വഹ റസൂലുള്ളാഹി നബി തങ്ങൾ ഓതി കൊടുക്കുന്നു. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സഹായം എല്ലാം സ്വീകരിക്കാനും തരാനും കഴിവുള്ള ആളാണ്. ഇനി പഠിച്ചോ, അത് ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, ഇത് ഇമാം മാവർദിയുടെ അന്നുഖത്ത് വൽ ഉയൂൻ എന്ന തഫ്സീർ പഠിച്ചോളൂ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അന്നഹു ഔലാ ബിഹിം ഫീ ഖദാഇ ദുയൂനിഹിം വയസ്ആഫിഹിം ഫീ നബായിബിഹിം. പഠിച്ചോ, അവർക്ക് വിഷമമുണ്ടാകുമ്പോൾ, അവർക്ക് കടക്കണിയിൽ കുടുങ്ങുമ്പോൾ രക്ഷപ്പെടുത്താനുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആനാണ് പറയുന്നത്, വയസ്ആഫിഹിം ഫീ നബായിബിഹിം. ആപൽഘട്ടങ്ങളിൽ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിക്കാനുള്ള ആൾ, അതാണ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോ, അറിഞ്ഞോ, മനസ്സിലാക്കിക്കോ. അപ്പൊ ഞങ്ങള് ഹദീസ് ചോദിച്ചോ, ഞാൻ പറഞ്ഞു ഖുർആൻ ഓതിയിട്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു എന്നല്ല, ഖുർആൻ ഓതി പറഞ്ഞിട്ടുണ്ട്. 100 ചോദിച്ചപ്പോ 1000 തന്നത്. പഠിച്ചു വെച്ചോ, ഖുർആനിലെ തെളിവ്. ഞങ്ങൾ ഇന്നമാരിക്കും തന്നെ തൊട്ടിട്ടില്ലട്ടോ, തൊടാൻ കഴിയൂല. ഇനി ഒരു ആയത്തും കൂടി ഓതി തന്നതാ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അതിൽ സഹായം തേടാൻ തെളിവുണ്ടെന്ന് ഹിജ്റ 400-ൽ രചിക്കപ്പെട്ട തഫ്സീറുൽ മാവർദി. അപ്പൊ എന്തായി നിങ്ങളുടെ തെളിവ് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഔദാര്യം കൊണ്ട് പറഞ്ഞു, ഏറ്റവും 1-ാം ദർജയിലുള്ള എന്ന് പറഞ്ഞു. ഇനി എന്ത് പറയാനുണ്ട്? കാര്യകാരണ ബന്ധം എന്തായാലും പൊളിഞ്ഞല്ലോ, കാര്യകാരണ ബന്ധം നിലവിലില്ല. ഒരു പണ്ഡിതനെ ഉദ്ധരിക്കാൻ കഴിഞ്ഞോ? അഭൗതിക മാർഗത്തിലുള്ള സഹായം ഉദ്ധരിക്കാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, പഠിച്ചോ, അറിഞ്ഞോ, മനസ്സിലാക്കിക്കോ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിയിട്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞു, ആവശ്യമായ ഘട്ടങ്ങളിൽ വിളിക്കാനുള്ള ആളാണ് ഞാൻ. അതാണ് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പഠിച്ചോ, അറിഞ്ഞോ, മനസ്സിലാക്കിക്കോ. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, തഫ്സീർ വായിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ആയത്ത് ഓതിയിട്ട് തന്നെ പറഞ്ഞു, നിങ്ങളെ കാര്യം ബന്ധം അവിടെ തകർന്നു കിടക്കുകയാണ്, പിന്നെ ജിന്ന് തൊട്ടിട്ടില്ല. ഞങ്ങളും ഒരു തമ്മിലെ വ്യത്യാസമുള്ളൂ. നിങ്ങൾ ജിന്നേന്ന് പറയുന്നു, നിങ്ങൾ ഔലിയാക്കൾ എന്ന് പറയുന്നു. ഔലിയാക്കളിൽ അമ്പിയാക്കളിൽ 1-ാമത്തെ ആള് ത്വഹ റസൂലുള്ളാഹി. ആ നബിയെ വശഘട്ടങ്ങളിൽ വിളിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നബി തങ്ങൾ ഓതി തന്നതാണല്ലോ. അതുകൊണ്ട് മൗലവി ആയത്തിന്റെ ഹദീസിന്റെ മുഴുവൻ പ്രമാണങ്ങളും ഞങ്ങളുടെ കൂടെ. ഇന്നമാ വലിയുക്കുമുള്ള തൊട്ടിട്ടില്ല, ഇല്ല, നിങ്ങൾക്ക് കഴിയില്ല. കഴിയാത്ത പണിക്ക് നിൽക്കരുത്. ഞങ്ങൾ മുസ്ലിം ലോകം മുഴുവനും അംഗീകരിച്ച മഹദിയായ ഉമ്മു കുൽസൂം ബീവി മുതൽ ലോകത്തെല്ലാവരും ചെയ്ത ഇസ്തിഗാസ ആർക്കും തർക്കമില്ല. ഖുർആനിലെ പറഞ്ഞത് വഇസ്ആഫിഹിം ഫീ നബായിബിഹിം. ഇപ്പോഴും ഹദീസ് വന്നില്ല, ഇപ്പോഴും ആയത്തുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ആയത്ത് ഞാൻ ഇൻഷാ അല്ലാഹ് ചോദിക്കാം. അതിനു മുമ്പ് ഹദീസ്, സ്വഹീഹായ ഹദീസാ ഞാൻ ചോദിച്ചത്. സ്വഹീഹായ ഹദീസ് കൊണ്ടുവരണം. എന്ത്? അതില്ല. പിന്നെ നിങ്ങൾ എന്താ മാവർദിയുടെ തഫ്സീർ വായിച്ചാലൊന്നും രക്ഷപ്പെടൂല. അതുകൊണ്ടൊന്നും പറഞ്ഞങ്ങ് രക്ഷപ്പെടാൻ പറ്റൂല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് പ്രിയപ്പെട്ട ആള്, സംശയമില്ലാത്ത വിഷയല്ലേ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ തന്നെയാണ്. പ്രവാചകൻ വഫാത്തായാലോ, അതിനാണ് ഹദീസ് പഠിക്കേണ്ടത്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്. അതെ, ഇമാം ബുഖാരി പറയാണ്, അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅത്തുൻ, ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഫകല്ലമതുഹു ഫീ ശൈഇൻ, എന്നിട്ട് അവർ ഒരു കാര്യം റസൂലുള്ളാഹിനോട് സംസാരിച്ചു. ഫഅമറഹാ അൻ തർജിഅ ഇലൈഹി,
റസൂലുള്ള പറഞ്ഞു, പോയിട്ട് ഒന്ന് മടങ്ങി എന്റെ അടുത്തേക്ക് വരണം, പോയിട്ട് മടങ്ങി വരണമെന്ന് പറഞ്ഞു. കാലത്ത് ആ സ്ത്രീ ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ജിഅതു വലം അജിദ്ക കഅന്നഹാ തുരീദുൽ മൗത്ത്. നബിയേ, ഞാൻ പോയിട്ട് മടങ്ങി വരുമ്പോ നിങ്ങളെ കണ്ടില്ലെങ്കിലോ, അഥവാ നിങ്ങൾ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ഖാല ഇല്ലം തജിദീനി ഫഅതി അബൂബക്കറിൽ. അതെ, അബൂബക്കർ റളിയല്ലാഹു അടുത്തേക്ക് പോയിക്കോ, എന്നെ വിളിച്ച് നേടിക്കോളൂ എന്നല്ല, എന്നെ ഖബറിനടുത്ത് വന്നോളൂ എന്നല്ല, അബൂബക്കർ സിദ്ദീഖ് അടുത്തേക്ക് പോയിക്കോളൂ. എന്നെ കണ്ടില്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. കണ്ടോ? അപ്പൊ നിങ്ങൾ പറഞ്ഞ മാവറദിയുടെ തഫ്സീർ ആ വിഷയത്തിൽ വരുന്നില്ല. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവൻ തന്നെയാണ്. നേതാവിന്റെ പ്രവർത്തനതല്ലേ. ഒരു നേതാവിന്റെ അനുയായികൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓടി നേതാവിന്റെ അടുത്ത് വരും. അത് സ്വാഭാവികമാണ്. അതിനൊന്നും ഇവിടെ ആർക്കും തർക്കമില്ലാത്തതാണ്. പക്ഷെ നിങ്ങൾ തെളിയിക്കേണ്ടതോ, നിങ്ങൾ തെളിയിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ കണ്ടോ, ഉമർ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് പോയിക്കോ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ. എന്തേ പറഞ്ഞില്ല റസൂലുള്ളാഹ്? ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എന്നെ വിളിച്ചു തോടിക്കോളി, എന്നെ ഖബറിനടുത്ത് വന്ന് പറഞ്ഞോ, ഞാൻ കേൾക്കും, പറഞ്ഞോളി എന്നാണോ റസൂലുള്ളാഹ് പറഞ്ഞത്? പറഞ്ഞോ? ഇല്ല. ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുകയാണ്. അപ്പോ എന്ത് ചെയ്യണം? എന്റെ അടുത്ത് വരണം. അപ്പൊ എന്റെ ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. സ്വഹീഹായ ഹദീസ് ആയത്ത് ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞു, ആയത്തൂതി പഠിപ്പിച്ചു എന്ന് പറയാൻ നിൽക്കണ്ട. മഹാഭാരതി പറഞ്ഞ റിപ്പോർട്ട്, അതും ഇതിനെ ഈ പറഞ്ഞ വിഷയം എന്താണ്? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ പോക്കുവോ എന്റെ അടുത്ത് വരണമെന്നല്ല. അപ്പൊ ആ വിഷയം സാധാരണ പ്രവാചകനുമായി ബന്ധപ്പെട്ട ചർച്ചയാണത്. ഇനി നിങ്ങൾ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്നാ രണ്ടാമത്തെ ചോദ്യം കേട്ടോളൂ. 6200 ചില്ലുവാനം വരുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെല്ലാം സ്വീകരിച്ച സഹാബികൾ ബദരീങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. അവർ ബദരീങ്ങളോട് തേടിയോ? എന്തായിപ്പോ നമ്മൾ പറഞ്ഞു കൊടുത്തപ്പോ അയാള് ലാസ്റ്റ് പറയാണ്, അതൊക്കെ സംഭവം ശരിയാണ്, നബിയും നമ്മൾ അത്രയും പ്രിയപ്പെട്ടവരാണ്, പക്ഷെ അതൊക്കെ ജീവിതകാലത്താണ്. ഞാൻ ചോദിക്കുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞ ആയത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മരണശേഷം വഫാത്തിന് ശേഷം ബാധകമല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ അബൂബക്കർ തങ്ങളുടെ അടുത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ചങ്ങാതിമാരെ, പഠിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഭരണം നടത്തിയ ആളാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പഠിച്ചോളൂ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അവിടെ പഠിപ്പിക്കുന്ന ആ പെണ്ണിന് എന്താണെന്നറിയോ? എന്റെ ശേഷം എന്റെ സ്ഥാനത്ത് ഭൂമിയിലുള്ളത് സിദ്ദീഖ് തങ്ങളാണ്. അപ്പൊ ജീവിതകാലത്ത് തന്നെ ഒരാളെ കാണണമെന്നാണോ താല്പര്യം? പോയിക്കോ അബൂബക്കർ തങ്ങളുടെ അടുത്ത്. അതിനായിരിക്കും അവിടെ തർക്കം. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു അബൂബക്കർ തങ്ങളുടെ അടുത്ത് പോകാൻ പാടില്ല. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, വിഷയം വളരെ കൃത്യമാണ്. രണ്ടും ചെയ്യാം. അബൂബക്കർ തങ്ങളുടെ അടുത്ത് പോകും ചെയ്യാം, റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് പോകും ചെയ്യാം. രണ്ടും സംഭവിക്കാം, രണ്ടും സംഭവിക്കാം. എന്താ തെളിവ്? പഠിച്ചോ? ഒട്ടന്മാരാകുന്നതിന് ഒരു മാനദണ്ഡമുണ്ടോ? പഠിച്ചോളൂ നിങ്ങൾ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ത്വാഹാ റസൂലുള്ളാഹി. ഇനി അതിന്റെ താഴെയുള്ള ഹദീസ് കൂടി കേൾക്കണോ നിങ്ങൾക്ക്? പഠിച്ചോ, പറഞ്ഞു തരാ. പഠിച്ചോ? ഹദീസും ആയത്തും കൂടിയാ പറയാൻ പോകുന്നത്. അന ഔലന്ന സയ്യിദുനാ റസൂലുള്ളാഹി അന ഔലന്നാസി ബിൽ മുഅ്മിനീന ഫീ കിതാബില്ലാഹ്. ഞാൻ എല്ലാ മുഅ്മിനീങ്ങളോടും ബന്ധപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഫഅയ്യുകും മാ തറക ദൈനൻ ഔ വയ്യതൻ ഫദഉനി. നിങ്ങൾക്ക് കടം വന്നാൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ നിങ്ങൾ എന്നെ വിളിച്ചോ. ഫദഉനി, എന്നെ വിളിച്ചോ. ത്വാഹാ റസൂലുള്ളാഹി ഉദഉനി അസ്തജിബു ലക്കും. അതേ വാക്ക് അതിന്റെ കാലശേഷം അതിന്റെ കേട്ടോ, ഹദീസ് കേട്ടോ, കേട്ടോ, ഹദീസ് പഠിച്ചു വെച്ചോളൂ. ഇൻ അലൽ അർദി, ഇൻ അലൽ അർദി മിൻ മുഅ്മിനിൻ. പഠിച്ചോ? ഈ ഭൂമിയിലുള്ള ഒരു മുഅ്മിനുമില്ല ഇല്ലാ ഉലന്നാസി ബി. ഞാൻ അയാളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നോ. ഭൂമിയിലുള്ള മുഅ്മിനെ ഞങ്ങളൊക്കെ പെടും, നിങ്ങൾ പെടുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പെടും, ഭൂമിയിലുള്ള സർവ്വ മുഅ്മിനീങ്ങളും എല്ലാവരും. പിന്നെ അന്നബിയോ ഞങ്ങളെ റസൂൽ ഞങ്ങളോട് ഔലന്നെയാണ്. അപ്പൊ വഫാത്തിന് ശേഷം റസൂൽ തന്നെയാണ്, അത് മാറില്ല. പഠിച്ചോളൂ നിങ്ങൾ, അറിഞ്ഞോ? അപ്പൊ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്.
അതാ പഠിച്ചോ. നെഫിന്റെ ശേഷമുള്ള നെക്കിറൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. അത് ഉമൂമിനെ ഫായിദ വെപ്പിക്കും. അപ്പൊ ഒരു മുഅ്മിനുമില്ല, ഒരു മുഅ്മിനുമില്ല. എല്ലാവർക്കും പോകാം. ജീവിതകാലത്ത് പോയിട്ടുണ്ട്, ജീവിതത്തിന് ശേഷവും പോയിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ ഓതി അതിന്റെ വിശദീകരണത്തിൽ തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ ഫദ്ഉനി, നിങ്ങൾ എന്നെ വിളിച്ചോ. അതെല്ലാ മുഅ്മിനും പെട്ടു. അതാണ് ഒരു നാട്ടിലുള്ള ഒരു മുഅ്മിനും ഇല്ല എന്നോട് ബന്ധപ്പെട്ടിട്ടല്ലാതെ. അപ്പൊ ഞങ്ങളെ കയ്യിൽപ്പെട്ടതാണ്. നിങ്ങൾ അതല്ല നിങ്ങളല്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ ചങ്ങായി വരുന്ന മനസ്സിലാക്കിയാൽ നിങ്ങൾ മരിച്ചാറിനാണ് നശിച്ചു പോലാണ്. അല്ല, പഠിച്ചോ. റൂഹ് വിരിയല, റൂഹ് നശിക്കുന്നില്ല. അതാ ഇബ്നു തൈമിയ പറഞ്ഞത്, ഫഇന്ന അംറൽ അർവാഹ് മിൻ ജിൻസി അംറിൽ മലായിക. മലക്കുകളുടെയും ജിന്നുകളുടെയും ഉണ്ടല്ലോ, ആ ഗണത്തിൽപ്പെട്ടതാണ് ആത്മാക്കൾ. ഫതാവ നോക്കേ. അപ്പൊ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അവരെ കറാമത്ത് നിൽക്കുന്നില്ല, മുഅ്ജിസത്ത് നിൽക്കുന്നില്ല. അതുകൊണ്ട് പഠിച്ചോളൂ, ഏത് കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടാനുള്ള പ്രകടമായ തെളിവാണിത്. ആ തെളിവ് ആയത്തും ഹദീസും ഞങ്ങൾ ഉദ്ധരിച്ചു. ഇനി വ്യക്തമാണ്, സ്വഹാബത്തിന്റെ നേരത്തെയും പറഞ്ഞു. നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, വഹദിയായ ഉമ്മു കുൽസൂം ബീബി റളിയല്ലാഹു അൻഹയുടെ സംഭവം പറഞ്ഞല്ലോ. അത് തന്നെ ഇനി മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി മനസ്സിലാക്കിക്കോ. എന്ന് പറഞ്ഞ ആ സംഭവത്തിൽ ആരെയും കാണാതിരിക്കണം എന്നാണെങ്കിൽ ആ ഉസൂലിനെ ഉദ്ധരിച്ചോ. മൂന്നിനും മറുപടിയായി. സ്വഹാബത്തിന്റെ സംഭവം നേരത്തെ പറഞ്ഞതിന് മൂന്നിനും മറുപടിയായെന്ന് പറഞ്ഞ മറുപടി ആവൂല. മൂന്നിനും മറുപടിയായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? എന്റെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ല ആവശ്യം നേരിട്ടാൽ അത് സബലീകരിച്ച് നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല സ്വഹീഹ് ഉദ്ധരിക്കാമോ എന്നാണ് നമ്മൾ ചോദിച്ചത്. റസൂലുള്ളാഹ് ഔലയാണ് എന്നുള്ള വിഷയത്തിൽ ആർക്കും കൂടെ തർക്കമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നബിയെ ഞാൻ വരുമ്പോൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്ത് പോയിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ല എന്നെ വിളിച്ച് നിങ്ങൾ പറഞ്ഞ കണക്കിനാണെങ്കിൽ എന്താ പറയേണ്ടത്? റസൂലുള്ളാഹ് എന്നെ വിളിച്ച് തേടിക്കോളൂ, എന്നെ വിളിച്ച് സഹായം തേടിക്കോളൂ, എന്നെ വിളിച്ച് പറഞ്ഞോളൂ എന്നല്ലേ? ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അഫ്തീനി ബി അബൂബക്കറിൻ, അതെ ഇല്ലം തജ്ദീനി ഫഅതി അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ അടുത്ത് പോയിക്കോളൂ എന്നാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അങ്ങനെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ലോകത്ത് എവിടെയുള്ള ആളുകളാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതമനുസരിച്ചാണ് ജീവിക്കുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയൂ, സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ജീവിതകാലത്ത് എന്തൊക്കെ പ്രയാസങ്ങൾ അവർക്കുണ്ടായി. ഒരാളും അവിടെ ഖബറിന്റെ അടുത്ത് റസൂലുള്ളാഹിനെ വിളിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായി. ഇല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് അതിന് തെളിവ് ചോദിച്ചില്ല, പ്രവാചകനോട് സഹായം തേടിയില്ല. ആ വിഷയങ്ങളൊന്നും സ്വഹാബികൾ ചെയ്തില്ല. മാത്രമല്ല, എന്റെ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. എന്തായിരുന്നു? 6200 ചില്ലുവാനം ആയത്തുകൾ ഓതിപ്പടിച്ച സ്വഹാബികൾ, ആ സ്വഹാബികൾ തന്നെ അവരാണ് സന്മാർഗം പ്രാപിച്ചവരെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അവരിലൂടെയാണ് ഈമാൻ പഠിക്കേണ്ടത്. ആ സ്വഹാബികൾ റളിയല്ലാഹു അൻഹും അവർ ബദരീങ്ങളുമായി ഒരുമിച്ച് ജീവിച്ച ആളുകളായിരുന്നല്ലോ. കേരളത്തിൽ ബദരീങ്ങളെ സഹായിക്കണമെന്ന് വിളിച്ച് തേടുന്നുണ്ടല്ലോ. സ്വഹാബികളിൽ ആരെങ്കിലും ബദരിൽപ്പെട്ട ആളുകൾ മഹാന്മാരാണല്ലോ, അവരെ വിളിച്ച് സ്വഹാബികൾ ഇസ്തിഗാസ നടത്തിയതായി സ്വഹീഹായ ഹദീസിലൂടെ തെളിയിക്കാമോ? അത് ഇങ്ങോട്ട് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വഹാബികളാണ് ഈ വിഷയത്തിൽ. സ്വഹാബികൾ ബദരീങ്ങളെ വിളിച്ച് സഹായം തേടിയോ? 2-3 ചോദ്യങ്ങൾ ഞാനിപ്പോ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉദ്ധരിച്ച സംഗതികളാവട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ, ആ സ്വഹാബികൾ അത് ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു എന്ത്? റസൂലുള്ള ഔലയാണ്, എപ്പോഴും അങ്ങനെയാണ് എന്ന് പറയുന്നതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ അങ്ങനെ ചെയ്തു എന്ന് തെളിയിച്ചില്ല. അതിനാണ് എന്റെ ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിവര്യന്മാർ അവർ ബദരീങ്ങളെ വിളിച്ചു തേടിയിട്ടുണ്ടോ? ബദരീങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് സ്വഹാബിവര്യന്മാർ വിളിച്ചു തേടിയിട്ടുണ്ടോ എന്ന് ഞങ്ങളുടെ അടുത്ത ചോദ്യമാണ്. ഇപ്പൊ 2-3 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളിൽ സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇനിയെങ്കിലും പഠിച്ചോ. ഹദീസും ആയത്തും മൂന്നും പറഞ്ഞുതരാം. നിങ്ങൾ ചോദ്യം നമ്പർ ചോദ്യം ഒന്ന് ഹദീസല്ലേ വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇൻ അലൽ അർളി മിൻ മുഅ്മിനിൻ, ലോകത്തുള്ള ഒരു മുഅ്മിനുമില്ല ഇല്ലാ അന ഔലൻ നാസി ബിഹി, ഞാൻ റസൂലുള്ളാഹിയുമായി അത്രയും ബന്ധപ്പെടാത്ത ഒരു മുഅ്മിനുമില്ല. ലോകത്തിൽ ഉണ്ടാവാൻ പോകുന്ന എല്ലാവരും അതിൽപ്പെട്ടു. എന്നിട്ട് പറയാണ് കേട്ടോ, ഫഅയ്യുകും മാ തറക ദൈനൻ ഔ ദയ്യതൻ ഫദഉനി, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുക, കടം വന്നാൽ നിങ്ങൾ ബുദ്ധിമുട്ടായാൽ എന്നെ വിളിച്ചോ. ദുആ ശിർക്കാനല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? എന്ത് അപ്പൊ ഹദീസായി? ഇനി ആയത്താണോ വേണ്ടത്? പറഞ്ഞോ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന അൻഫുസിഹിം. ഏറ്റവും വലിയ രസം എന്താ അറിയോ? ആ ആയത്തിന്റെ വിശദീകരണത്തിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി സ്വഹാബത്ത് ബദരീങ്ങളെ വിളിച്ചോ, ഇതില്ലേ പറഞ്ഞത്? നമ്മൾ പറഞ്ഞല്ലോ, ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹ ആരോട് തേടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തേടുന്നു പറഞ്ഞല്ലോ. ബദരീങ്ങളല്ലേ? ബദരീങ്ങളിൽ ഒന്നാമത്തെ ആളാണ് ത്വാഹ റസൂലുള്ളാഹി. എന്റെ പോയത്തക്കാരെ, നിങ്ങളൊക്കെ എവിടുന്ന് ആര് വണ്ടി കാറ്റി വിട്ടതാ? നിങ്ങളൊക്കെ സക്കരിയെ എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത്? വേറെ വല്ല പണി നോക്കിക്കൂടെ? ആ തലയെക്കെട്ട് വെച്ച് നമ്മളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് സുന്നത്തേതാരുമില്ല, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വന്നൊക്കെ ഒരു കോര നോക്കി നിങ്ങള്. അപ്പൊ ഞങ്ങൾ പറയുന്നത് സ്വഹാബിയായ ആയിഷ ബീവിയോടാണ് പറഞ്ഞത്, പഠിച്ചോ. ഇനിയും ഇത് ചെയ്താൽ റസൂലുള്ളാഹിന്റെ ജാരത്തിന്റെ അടുത്ത് ഞാൻ പോകും. നിങ്ങൾ മറുപടി പറഞ്ഞ എനിക്ക് താണ്ടിതാ. ഞാൻ ചോദിച്ചു, ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തിലുള്ള എല്ലാവരെയും കണ്ടാലേ ഹദീസിൽ ഇൻകിത്ത ഉണ്ടാവാതാവൂ എന്ന് ഉസൂലുണ്ടോ? അത് നിങ്ങൾ പറഞ്ഞു തരണം. മൂന്നാള് തമ്മിൽ നടന്ന സംഭവം ഒരാൾ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. മൂന്നാളെയും കാണേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ ഇൻകിത്താണ്ടെന്നുള്ള വാദം തെറ്റാണ്. പിന്നെ നിങ്ങൾ ഗൈറത്ത് എന്നൊക്കെ പറഞ്ഞു, അതെല്ലാവർക്കും അറിയാം. ഉമർ റളിയല്ലാഹു അൻഹു വളരെ ശക്തമായ നിലപാടുള്ള ആളായിരുന്നു. അത് ബുഖാരിയിൽ തന്നെയല്ലേ? അത് ഉമർ റളിയല്ലാഹുവിന്റെ ഗൈറത്തൊക്കെ അത് നിങ്ങളെ ഹദീസ് ആയത്തും പഠിക്കാത്ത നിങ്ങൾ ഉത്തരവാദികളാണോ? അത് ശരീഅത്തിന്റെ ശക്തമായ നിയമ. അതുകൊണ്ട് ഫദഊനി എന്നെ വിളിച്ചോ. അന്നത്തെ കാലമുള്ളവർക്കല്ല. പിന്നെയോ മാമിൻ ഇന്നലല്ലാഹിൽ മുഅ്മിൻ, ഒരു മുഅ്മിനുമില്ല. നഫിന്റെ സിയാസിൽ വന്ന നക്കറ മുഅ്മിനെ ഫൈദപ്പിക്കും. അയ്യോടൊന്നും കേട്ടിട്ടുണ്ടാവില്ലേ? അലകെട്ട് വെച്ച് കാര്യമുണ്ടോ? അപ്പൊ എല്ലാ മുഅ്മിനും പെട്ട്. അപ്പൊ ആയത്തുമായി ഹദീസുമായി സ്വഹാബിന്റെ ചരിത്രമായി മിണ്ടി പോകരുത്. അതാ പറഞ്ഞു. പിന്നെ കാര്യകാരനാണ് പൊളിഞ്ഞെടുക്കാണ്. കാര്യകാരണം വേണ്ടിയിട്ടില്ല. ഇത് ഞങ്ങള് ഏകപക്ഷീയമായ ആക്രമണമാണ്. 100 കോടി ഒന്നിച്ചടിച്ചിരിക്കാണ്. വെറുതെ അല്ല സക്കരിയ വരാന്ന്. സക്കരിയക്കറിയാ ഈ ഘട്ടത്തിൽ പോയാൽ ശരിയാവില്ല. സാധുക്കളെ വണ്ടി കാറ്റി വിട്ടതാ. പെടുകയാണെങ്കിൽ ഒരു പെട്ടോട്ടെ, സാധുക്കളല്ലേ പെടുള്ളൂ. ഞങ്ങൾ വെല്ലുവിളി എവിടെ സക്കരിയായി? ഞങ്ങൾ ആയത്തും പറഞ്ഞു, ഹദീസും പറഞ്ഞു സ്വഹാബത്തിന്റെ ചരിത്രവും. മിണ്ടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കാര്യകാരണ ബന്ധം പൊളിയുകയും ചെയ്തു. ഞാൻ അർത്ഥം വെച്ചു എന്നല്ല, ഉലക്ക് ഇമാമിങ്ങളെ അർത്ഥം വെച്ചേ. എന്ത് ആ തഫ്സീർ ശരിയല്ലെന്ന് പറ. ബുദ്ധിമുട്ടുണ്ടാകുമ്പോ സഹായിക്കുന്ന ആളാണ്. ഇനി നേരെ പറഞ്ഞത് വേണോ? ഒന്നുകൂടി പിടിച്ചോ. അന സയ്യിദു ഉൽതി ആദം ത്വാഹ റസൂലുള്ളാഹി, ഞാൻ നിങ്ങളുടെ ഒക്കെ സയ്യിദാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീ യുഫ്സൗ ഇലൈഹി ഫിൻ നവാഇബി വശദായിരി, ബുദ്ധിമുട്ടുകളിൽ അഭയം തേടാനുള്ള. അങ്ങനെ അഭയം തേടിയാലോ ഫയതഹമ്മലു അൻഹും മകാരിയഹും വയദ്ഫഉഹാ അൻഹും, അവരെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കും, അവരുടെ ബുദ്ധിമുട്ടുകളെ ഇല്ലാതെയാക്കും. ഇങ്ങനെ തന്നെ ചോദ്യം ചോദിക്കണ്ടി. ശരിക്കും നോക്കി പഠിച്ചു വാ. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെ മസ്കത്തിൽ സംഭാവന വെച്ചത്. സംഘാടകർ അഭിനയിക്കുന്നു. ഓരോ തൗഹീദ് തുറന്നും ചെയ്ത് നമ്മൾ ആയത്ത് ഹദീസ് സംഭവം ഓരോ ഹദീസും കൂടി എക്സ്ട്രാ കൊടുക്കാണ്. ഇമാം നബവി പറഞ്ഞു, ഏത് മുസീബത്ത് ഉണ്ടാകുമ്പോഴും വിളിക്കാനുള്ള ആളാണ് ഞാൻ. ഒന്നുകൂടി പറഞ്ഞു. ഇതിനങ്ങനെ പറഞ്ഞത് ഈ ഹദീസിന്റെ ആശയം അനുസരിച്ച് അമൽ ചെയ്യാനാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഹദീസായി, ആയത്തായി, എല്ലായി, സ്വഹാബത്തിന്റെ ചരിത്രവുമായി. ചോദ്യമുണ്ടെങ്കിൽ ചോദിക്ക്, ഞങ്ങൾ കാത്തിരിക്കുന്നു മറുപടി പറയാൻ. ചോദ്യം വരട്ടെ, മറുപടി ചിന്നു വിട്ടിട്ടില്ല. ജിന്ന് വിടണ്ട, നിങ്ങൾ മുറുക്കെ പിടിച്ചോളൂ. നമ്മൾ പറഞ്ഞല്ലോ പിടിച്ചോ. അതിനുശേഷം ഇരുന്ന് നമുക്ക് എഴുതാം. പിടിച്ചോ. പിന്നെ എല്ലാം കൂടി ഇങ്ങോട്ട് തന്നെന്നാ പറയാ. ഞങ്ങൾ കൃത്യമായി ചോദിച്ചതിനാ മറുപടി വേണ്ടത്. എന്തായിരുന്നു കൃത്യമായ ചോദ്യം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു എന്ത്? വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വല്ലാവശ്യം നേരിട്ടാൽ അതിന് സബലീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ച് ഇസ്തിഗാസ നടത്തിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തെളിവുദ്ധരിക്കാൻ പറ്റുമോ എന്ന എന്റെ ചോദ്യം. നിങ്ങൾ പറഞ്ഞ വിഷയമോ? വിഷയം എന്താ? അതിനാണ് ഞാൻ അതിന് കൃത്യമായി പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞ വിഷയം. അവിടുന്ന് മടങ്ങി പോകുമ്പോ പറഞ്ഞു തിരിച്ചു വരണം. അപ്പൊ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അങ്ങ് മരിച്ചാലോ നബിയേ?
അങ്ങ് മരിച്ചാലോ? അപ്പൊ കൃത്യമായി എന്ത്? അബൂബക്കർ സിദ്ദീഖ് അള്ളാന്റെ പോയിക്കോളൂ, അബൂബക്കർ സിദ്ദീഖ് അള്ളാന്റെ അടുത്ത് പോയിക്കോളൂ. അതിന്റെ അർത്ഥം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിഷയം മരണശേഷം ആവശ്യം നേടാൻ അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാരാണോ അയാളുടെ അടുത്ത് പോകണം എന്നാണ്. എന്തുകൊണ്ട് റസൂലുള്ള ഖബറിന്റെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് റസൂൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞില്ല? അതാണ് നമ്മൾ ചോദിച്ച വിഷയം. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അങ്ങനെ ബദരീങ്ങളെ വിളിച്ചു തേടിയോ? ബദരീങ്ങൾ എത്ര ആളുകളുണ്ട്? അതാ ബദരീങ്ങളൊക്കെ വിളിച്ചു തേടുന്നു. നിങ്ങൾ ബദരീങ്ങളെ വിളിച്ചു തേടിയോ? അത് റസൂലുള്ളാഹിനെ വിളിച്ചു തേടി എന്നുണ്ട്. എവിടെ? എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നിങ്ങൾക്ക് വരുന്ന പ്രയാസത്തിൽ വിളിച്ചു തേടിക്കോളൂ എന്ന് പറഞ്ഞത് എവിടെ? സഹാബികൾ തേടിയത് എവിടെ? വഫാത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ സഹാബത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി? എന്തൊക്കെ പ്രയാസങ്ങൾ വന്നു? ആ പ്രയാസങ്ങൾക്കൊക്കെ റസൂലുള്ളാഹിനോടാണോ സഹാബികൾ തേടിയത്? ആണോ? സഹാബികൾക്കുണ്ടായ പ്രശ്നങ്ങളിൽ സഹാബികൾ അള്ളാഹുവിനോട് തേടി അല്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് തേടിയോ? എന്തൊക്കെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഓരോ വിഷയങ്ങൾ, എല്ലാ പ്രശ്നങ്ങൾക്കും സഹാബികൾ അള്ളാഹുവിനോട് തേടി. അല്ലാത്ത പ്രവാചകനോട് അവർ തേടിയോ? അതിനാ തെളിവുദ്ധരിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ശരിയാണ്, അത് സമ്മതിച്ചു. അതേ സമയത്തോ മരണശേഷം എന്താ? റസൂലുള്ളാഹിനെ വിളിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞില്ല. അതിന് കൃത്യമായി സഹീഹ് ബുഖാരി പറഞ്ഞു. എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു. ഇല്ലം തജ്ദീനി ഫഅതി അബൂബക്കറിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി അന സയ്യിദു വൽദി ആദം, അന സയ്യിദു വലദി ആദം എന്ന ഹദീസ് അതും പറയട്ടെ. നിങ്ങൾ എന്താ പറഞ്ഞത്? പ്രയാസമുള്ള സമയത്തൊക്കെ വിളിച്ച് തേടാൻ പറ്റിയ ആളാണ് സയ്യിദ് എന്നാണ്. അങ്ങനെ സയ്യിദിന്റെ അർത്ഥം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇല്ല നിങ്ങൾ പറയണില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം വിളിച്ച് തേടാനുള്ള തെളിവായി സ്വഹാബികൾ അത് മനസ്സിലാക്കിയോ? സ്വഹാബികൾ അങ്ങനെ ചെയ്തോ? അന സയ്യിദു വലദി ആദം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചല്ലോ. അതിനുശേഷം റസൂൽ എന്താ പറഞ്ഞത്? ഖിയാമത്ത് നാളിൽ ഞാൻ നിങ്ങളുടെ നേതാവാണ്. അന സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഞാൻ നേതാവാണ്. ഇല്ല, സ്റ്റാർട്ട് ആയിട്ടില്ല. സ്റ്റേജിലുള്ള പണ്ഡിതന്മാരോടും ഓഡിയൻസിനോടും ഒരാൾ സംസാരിക്കുമ്പോൾ രണ്ട് വിഭാഗത്തിൽ നിന്നാളായാലും സ്റ്റേജിൽ നിന്നായാലും ഓഡിയൻസിൽ നിന്നായാലും ആ സംസാരം ഒന്ന് ഒഴിവാക്കുക. എനിക്ക് തോന്നുന്നത് നല്ലതല്ല.